എന്താ കാറിന് എങ്ങനെ പോകാറുന്നത്? ഈ കാർ വല്ല പൊട്ടിത്തെറിച്ച് അങ്ങനെ ഇതിന്റെ ചെവിക്കാൽ അടിച്ചു തിരിക്കുന്നത്. അങ്കിളെ ഇവ എന്തോ അതിനകത്ത് ഞാൻ കണ്ടതാണ് രാവിലെ തൊട്ട്. നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട് മാമ ഇല്ലാത്ത കേരളല്ലെന്ന്. നീ കേറി ഈ പുക മൊത്തം ഉണ്ടാക്കിയത്. നീ എന്തുകൊണ്ടാണ് ചെയ്ത പറയണേ? നീ ഒന്നും ചെയ്യാതാണാ പിന്നെ പുക വന്നത് ഇങ്ങോട്ട്. ഓ എന്റെ ഉടമ്പം കൂടെ കേറി നീ. ഒന്നും ചെയ്തില്ലല്ല. ഇവരെ പിടിച്ച് തളയ്ക്കാൻ. ഓഹോ നിനക്ക് ഇത്ര ചേട്ടന്റെ അഹങ്കാരം കൊടുക്കണം. നീ ചുമ്മാ പറയണ്ട. ഇവനെ ഇതിനകത്തിട്ട് പൊട്ടിച്ചിട്ടോളൂ. ഇവന്റെ ഇറച്ചി ഊറും ഭരിച്ചിട്ട് ഇനി കണ്ടാ നിങ്ങൾ. ഞാനപ്പ പൊട്ടി തെറിക്കും. നീ കാരണം എന്റെ ഭർത്താവെല്ലാം മരിച്ച മാറിയില്ല. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? പോകോട്ട്. നിങ്ങൾക്ക് വല്ലതും പറ്റി മനുഷ്യൻ അങ്ങോട്ട് മാറ്. നീ ആദ്യം പോ. സമാനല്ല ഇങ്ങനെ വല്ലതും തട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി നീ ഒന്ന് നോക്കോ നമ്മുടെ കുടുംബം. വിഷമിക്കൊന്നും വേണ്ട, അതിനുള്ള പെൻഷൻ ഞാൻ എടുത്തു തരാം. ഓ പെൻഷനാ? എന്തൊരു ഒരു ഭാര്യ പറയുമല്ലോ, എന്റെ പേര് ഞാൻ മറന്നു. പെൻഷനാണോ? ആ സാധനം തന്നെ, അത് ഞാൻ എടുത്തു തരാം. എന്തൊരു നെഗറ്റീവാണ്. വയറിനൊക്കെ വലിച്ച് പൊട്ടിച്ചേക്കണേ. അത്ര അടുത്തോട്ട് പോയി നോക്കണ്ട. ഇങ്ങോട്ട് നീ ഒന്നും മാറിയില്ലടി പെണ്ണെ. എനിക്ക് പേടിയാണെന്ന് കണ്ടിട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആക്ച്വലി എന്താ സംഭവിച്ചേ? ഉള്ളത് പറയാം, പക്ഷെ ആരും ഒന്നും പറയല്ലേ. സത്യം പറയാം. സത്യം പറ. ഞാനാണെങ്കി അവിടെ കറണ്ട് പോയില്ലേ, അപ്പോഴാണെങ്കിൽ കാറിന്റെ ബാറ്ററിന്റെ ആ വയർ ഊരിയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയത്, ചാർജ് ചെയ്യാറോ നോക്കാം. ചാർജ് ഇല്ലായിരുന്നു. 50 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കേരളം, ഇങ്ങോട്ട് കേരളം. ആശാൻ പറഞ്ഞാലല്ലേ നിങ്ങക്ക് കയറാതിരിക്കാൻ പറ്റുള്ളൂ. ശരിയായി പിങ്കി. നോക്ക് എവിടെ നോക്കട്ടെ. നിങ്ങൾക്ക് ഇതൊക്കെ അറിയായിരുന്നോ? തീരെ പൊളി. ശരിയായാ? അണ്ണൻ ഇവിടെ നിന്നൂടെ വർഷാപ്പ് ജോലി നോക്കി? ഞാൻ ഇവിടെ കയറിയല്ലേ ആ ഉണ്ണിപ്പിള്ള അങ്ങ് സൂഹിക്കും. ചാരസേര ഞെളിഞ്ഞിരുന്നെ ഒരിടത്ത് പോകാൻ സമ്മതിക്കാതെ അതപ്പടി ഇതിപ്പടി മറ്റേപടി കുറെ വണ്ടി എടുത്ത് ഉച്ചയിൽ വെച്ച്. ഞാൻ പണിയെടുക്കുമ്പോ നിങ്ങൾ സൂഹിക്കണമല്ലോ അല്ലേ? അതൊക്കെ പോട്ടെ രാമൻ, നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? രാജാവിന്റെ വണ്ടി ഒരു വഴി കിടന്നാൽ ഞാൻ പോയി ശരിയാക്കും. പിന്നെയാണ് ഇനി സ്റ്റൈൽ കണ്ടോ? എവിടെ നിന്നാ? ദുബായില്. അപ്പൊ പണ്ട് ഗൾഫിൽ ഇതായിരുന്നപ്പോ ജോലി, മറ്റേതാണെങ്കിൽ മറ്റേ അഭിനയിക്കാൻ പോണ അതാണ് ഇതാണെന്നും പറഞ്ഞു നടന്നതാണ്. ഞാൻ കഴിവാരി കൊണ്ടുപോ. ഈ വിഷത്തിനെ കൊണ്ട് എവിടെയെങ്കിലും ഉപ്പിലിട്ട് പോയി പോ. ഈ കരിയൊക്കെ തുടക്കണ്ടേ? ഇങ്ങനെ നിന്നാ മതിയാ. ഇവിടെ പുതിയത് നീ ആരെ കൂടെ പോയി നിൽക്കണെന്ന് കണ്ടല്ലോ, അങ്ങോട്ട് നോക്കി ആലോചിച്ച് വേണം നിൽക്കാൻ. ഇങ്ങനെ കൃത്യസമയത്ത് ഇവിടെ ഒരു മനുഷ്യനെ കാണത്തില്ല, എല്ലാം തനിയെ തന്നെ ചെയ്യണ്ടേ. ഒറ്റയ്ക്കെടുത്ത് വിരിക്കാൻ തന്നെ. പേടിച്ചു പോയല്ലോ ചേച്ചി. ചേച്ചി ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടണ കണ്ടിട്ടേ നീ പോടാ. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. എന്തോന്ന്? ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടമുണ്ട്. എന്തിന്? ചേച്ചി ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടണ കണ്ടിട്ട്. ഞാൻ ഇപ്പൊ ചേർക്കാൻ എന്റെ കഷ്ടപ്പാട് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, നീ സങ്കടപ്പെടാൻ. അല്ല, ചേച്ചിയെ കണ്ടാലേ എനിക്ക് അറിയാലോ. നിനക്ക് എന്തോ നിർക്കാം. ചേച്ചി, സ്ത്രീക്കും പുരുഷനും ഇല്ലേ തുല്യ അവകാശമാണ്. അത് ചേച്ചി ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് പറയണത്? അല്ല, ചേച്ചി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ അണ്ണൻ കിടന്നിട്ട് ഇത് ചെയ്യൂ, അവിടെ റോഡിലൊക്കെ ചെന്ന് കിടന്ന് റോഡിലൊക്കെ ഹോട്ടലിലൊക്കെ ചെന്ന് കിടന്ന് ഫുഡ് കഴിക്കൂല. ചേച്ചി അപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് ജോലിയാണ്. ഡാ ശങ്കര, നീ നമ്മൾ രണ്ടുപേരെ തമ്മിൽ അടുപ്പിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കണത്. ചേച്ചി ഞാൻ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനും നല്ല സ്വാതന്ത്ര്യമായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കാനാണ് ഞാൻ പറയണത്. ശരി,
ഇപ്പൊ എന്താണാവോ പെട്ടെന്നൊരു ബോധോദയം. ചേച്ചി നാളെ ചേച്ചിക്ക് PSC പരീക്ഷ തന്നെയല്ല. നാളെ ആര് പറഞ്ഞു? നാളെ അല്ല, അത് ഞാൻ പരീക്ഷ ഉണ്ട് ചേച്ചിക്ക്. അതിന് അപ്പൊ ചേച്ചി അതിനുള്ളത് പഠിക്കാതെ ഇവിടെ ഇരുന്ന് ജോലി ചെയ്തോണ്ടിരുന്ന ചേച്ചി എങ്ങനെ ചേച്ചി പരീക്ഷ എഴുതണം? എടാ ഞാൻ ഈ ജോലി ചെയ്യില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യുന്നാണ് നീ പറയണത്? അപ്പോഴത്തേക്ക് ചേച്ചി അവിടെ തോറ്റ് തൊപ്പി ഇട്ടോണ്ട് അവിടെ ഇരിക്കും. എടാ നീ പറയണതൊക്കെ എനിക്ക് മനസ്സിലാവണുണ്ട്, പഠിക്കണം, അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇതൊക്കെ ചെയ്ത് തീർക്കണ്ടടാ. രാമണ്ണ അവിടെ ചുമ്മാ ഫുള്ളായിട്ട് കിടന്ന് ഉറക്കമില്ല ഇപ്പൊ അവിടെ. ചെയ്യാൻ പറ. അതും ശരിയാണടാ. കൊള്ളാം, നീ കൃത്യസമയത്താണ് വന്നത്. ഈ തുണിയും കൂടെ വിരിച്ചു കഴിഞ്ഞാൽ ദൈവം പറയിക്കാൻ തോന്നിയ ടൈമാണ്. പിടി ഇതും കൂടെ കഴിഞ്ഞാലേ ഞാൻ ഈ ഒരു പണി എടുക്കണില്ല കേട്ടാ. ഞാൻ പഠിക്കാൻ പോവാം. ചേച്ചി പഠിക്കണം. ചേച്ചി പഠിക്കേ. അത് തന്നെ. ഞാൻ എത്ര നാളായിട്ട് അറിയോടാ ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങളെ ശ്രമിച്ചോണ്ടിരിക്കണേ. ഇപ്രാവശ്യം ചേച്ചി വാങ്ങും. ഉറപ്പ്. നീ നാക്ക് നീട്ട്. ഓ നിന്റെ നാക്ക് പൊന്നാവട്ടെ. ഇപ്രാവശ്യം കിട്ടിയെങ്കിൽ മതിയായിരുന്നോടാ ശങ്കര. ചേച്ചി കിട്ടും ചേച്ചി, ചേച്ചി പേടിക്കണ്ട. ദൈവം പോലെ എന്നാ നീ എന്റെ അടുത്ത് വന്ന് ഓരോ കാര്യം വന്ന് പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ് ഇന്നത്തെ കാര്യം കഴിഞ്ഞ്. താങ്ക് യുടാ ശങ്കര. വെൽക്കം. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ ആദ്യം ആലേഖനം ചെയ്യപ്പെട്ട ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി. പ്രേം നസീറിന്റെ രണ്ടാമത്തെ സിനിമ വിശപ്പിന്റെ വിളി. പ്രേം നസീറിന്റെ രണ്ടാമത്തെ സിനിമ വിശപ്പിന്റെ വിളി. പ്രേം നസീറിന്റെ രണ്ടാമത്തെ സിനിമ വിശപ്പിന്റെ വിളി. പ്രേം നസീറിന്റെ രണ്ടാമത്തെ സിനിമ അല്ല വിശപ്പിന്റെ വിളി. അതെന്റെ അവസ്ഥയാണ്. വിശപ്പിന്റെ വിളി നീ കേൾക്കണില്ലേ? ഒന്ന് പോ ചേട്ടാ, ഞാൻ എത്ര സീരിയസ് ആയിട്ട് പഠിച്ചോണ്ടിരിക്കണ കണ്ടില്ലേ? അപ്പൊ എനിക്ക് വിശക്കണോ? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ഇത് പറ്റൂലല്ലോ. പഠിച്ചൊരു ജോലി വാങ്ങിക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു പ്രസക്തി ഇല്ലാത്ത ചോദ്യമായിട്ട് വന്നേക്കുന്നു. തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ മൃഗം ആന. വിശക്കണെന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താ ചേട്ടാ? ഞാൻ വിശക്കണം പറയുമ്പോ നീ ക്വസ്റ്റ്യൻ ചോദിക്കട്ടാ. ക്വസ്റ്റ്യൻ കൊണ്ട് പുളി തിന്നാൻ പറ്റൂ? വെട്ടാൻ വരുന്ന പോത്തിനോട് എന്തോ തോന്നിട്ട് കാര്യമില്ല. വേദം. എടി ഇതൊന്നും പഠിക്കാറുന്നില്ല. നിന്റെ വേദവും ചുമ്മാ നീ പോണ്ടാക്കി പറഞ്ഞല്ലേ. ഒന്ന് പോ ചേട്ടാ അവിടെ. തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ സർവകലാശാലകൾ ബോംബെ, കൽക്കട്ട, മദ്രാസ്. ഇവിടെ ബോംബെക്കാ. ബഹിരാകാശത്ത് പോയ ആദ്യത്തെ വനിത വാലന്റീന. എന്തായിരുന്നു ബാക്കി? വാലന്റീന ടെലസ്കോപ്പിയ. തെരസ്കോവ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ സ്ഥാപനം എയർ ഇന്ത്യ ഇന്റർനാഷണൽ. എന്തോ നിനക്ക് എങ്ങനെയാണെന്ന് കറങ്ങിക്കൊണ്ടിരിക്കണേ? എന്റെ ചേട്ടാ, ഇങ്ങനെ എന്റെ കോൺസെൻട്രേഷൻ കളയാതെ എങ്ങനെയെങ്കിലും പഠിച്ച് ഞാൻ ഒരു ജോലി വാങ്ങിക്കാൻ വേണ്ടി നോക്കുമ്പോ പോയി. അല്ലെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അപ്പൊ തന്നെ പൊക്കോളൂ. ഇതെല്ലാം കേൾക്കണോണ്ടാ? ഞാൻ ഇത് പഠിച്ചിട്ട് ഈ ജോലി വാങ്ങിച്ചിട്ട് വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട്. എന്നാലേ നമ്മുടെ ഫാമിലി. വെള്ളം എടുക്കാൻ പോയതാണ്. പറ എന്ത്? വെള്ളം എടുത്ത് കുടിക്കണം. എന്തിനാ? അവിടെ പാലുണ്ടായിരുന്നല്ലോ, ഒരു ചായ ഇട്ട് കുടിച്ചുകൂടായിരുന്നു? ഞാൻ ചായ ഇട്ട അത് നീ ചായ ഇട്ട പോലെ ഒരു ഇതില്ല. ഇങ്ങനെ പലതും വിളിച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഇത് വിട്ട് തന്നേ പറ്റുള്ളൂ. എനിക്കിത് പഠിക്കാൻ കൊണ്ട് ഇഷ്ടം പോലെ. നമുക്ക് സെറ്റ് ആവണ്ടേ റാമേട്ടാ? നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ലാവിഷ് ആയിട്ട് സ്പെൻഡ് ചെയ്ത് നമുക്ക് ഇരുന്നൂടെ? പര അന്ന ജീവി. 5000 രൂപ എടുത്തിട്ട് നീ ഇവിടെ പോത്തിനെ പോലെ ഓടിച്ചതാണ്. പര അന്ന ജീവി. പര അന്ന ജീവി ഇത്തിൾ. പര അന്ന ജീവി ഇത്തിൾ. പര അന്ന ജീവി. പറയേണ്ട കാര്യം എനിക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട്. പര അന്ന ജീവി ഇത്തിൾ. എന്താ ചേട്ടാ നോക്കി വെക്കണേ? ജോക്കർ. ആര് ജോക്കർ? ആരും ജോക്കർ? നീ അവിടെ പഠിച്ചോണ്ടിരിക്കണേ ജോക്കർ. അണ്ണാ, അണ്ണന് നല്ല വിശപ്പുണ്ടല്ലോ. അത് ഞാൻ നേരത്തെ മുൻകൂട്ടി കണ്ട് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നത്. ഇന്നാ ഞാൻ 10 രൂപയുള്ളായിരുന്നു, അതുകൊണ്ടാ ഇതേ കിട്ടിയോളൂ. പൈസ എല്ലാം തന്നെ ഞാൻ പെറോട്ട ചിക്കൻ വാങ്ങിച്ചോണ്ട് വരാം. എന്നാ സ്നേഹനിധിയായ ഒരു അടിമപുത്രൻ. ബിസ്ക്കറ്റ് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോളാം. നിനക്ക് പഠിക്കൊന്നും വേണ്ടേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോന്നറിയാമോ നിനക്ക്? അയ്യേ, അത് പോലും അറിഞ്ഞൂടെ? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ല ഞാൻ നിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. നീ അറിഞ്ഞൂടെന്ന് പറ. 1947 ഓഗസ്റ്റ് 15. അതല്ല നേരത്തെ പറഞ്ഞു. നാണോ ഇല്ലല്ലോ. ശരി, നിനക്ക് വല്ല ക്വസ്റ്റ്യൻസ് പറയാവോടാ? ഞാൻ ചോദിക്കാം ചേച്ചി. അങ്ങേര് വല്ല പ്രലോഭനവും ചെയ്യാൻ വന്നാലേ ചേച്ചി ആണെങ്കിൽ അതിൽ നിന്നും കൊടുക്കണ്ട. ചേച്ചി സ്ട്രോങ് ആയിട്ട് നിക്കണം. അത് ശരിയാണ്. അത് നീ പറഞ്ഞ പോയിന്റ്. ആദ്യമായിട്ട് നീ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പോഴാണ്. പഠിച്ച് ജോലി കിട്ടിയല്ലേ കാര്യമുള്ളൂ. ശരി, ഞാൻ പഠിക്കട്ടെ. പഠിച്ചോ. തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യത്തെ മൃഗം ചേച്ചി
അങ്ങേര് എല്ലാം ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ ഉണ്ട് ചേച്ചി, ആരെയും പേടിക്കണ്ട. ശരി ശരി, നീ എന്നെ ശല്യപ്പെടുത്തായിരുന്നാ മതി. എന്നല്ലേ അണ്ണന് വെള്ളം വല്ലതും വേണോ? ഞാൻ എടുത്തായിരുന്നോ? ഓ അടേ എനിക്ക് ഒരു വെള്ളവും വേണ്ടടേ. അണ്ണ ചിന്നു ചേച്ചിക്കാണെങ്കിൽ ഇല്ലേ ജോലി വല്ലതും കിട്ടിയാലേ ഭയങ്കര ജാടയായിരിക്കും. അണ്ണനാണെങ്കിൽ അങ്ങനെ ചെയ്യലേ, എന്ത് വില കൊടുത്താണെങ്കിലും. പിന്നെ അതാണ്ട ഇതാ ഇപ്പം ചിന്നു ചേച്ചിക്ക് ഇപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ ജോലി കിട്ടിയാലുള്ള അവസ്ഥയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. മനസ്സിലായടേ, ഇന്നും അങ്ങനെയൊന്നും അല്ല. പക്ഷെ അല്ല, എങ്ങാനും പറ്റിയാലോ. അല്ലെങ്കിൽ അണ്ണ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചു നോക്ക്, ഒരു ചായ ഇട്ട് തരാൻ പറ. ഇപ്പോഴാ എങ്കി ഇട്ട് തന്ന അണ്ണന്റെ ലക്കിന് ഇട്ട് തന്ന്. അല്ലെങ്കിൽ ജോലി കിട്ടിയ ഭയങ്കര ഷോ ആയിരിക്കും അണ്ണ. അയ്യോ അയ്യോ എന്തോ അവിടെ ബാത്റൂമിനകത്ത് ഇത് കാര്യം പറയണേ, എന്താണ് പ്രശ്നം? ബാത്റൂമിനകത്ത് പാറ്റ. ഇവളെ എന്ത് പേടിച്ചൊരു വഴിയായല്ലേ പിങ്കി. അങ്ങനെ കാണാതിരിക്കും. ഇവിടെ ഓരോരുത്തരുടെ സ്വഭാവമല്ലേ, കളക്ടറാവാൻ നടക്കല്ലേ. ബാത്റൂം കഴിയാൻ പറ്റുമോ? ബാത്റൂം കഴിയില്ല. ഇങ്ങനെ തന്നെ പാറ്റയും പല്ലിയും ജലത്തിയും തേങ്ങയൊക്കെ വന്നിരിക്കും. നിങ്ങളടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊരു ചെടി വാങ്ങിച്ചോണ്ട് വന്ന് വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് വെക്കുന്നു. അതിന് വെള്ളമൊന്നും ഒഴിച്ച് അതിനെ പരിപാലിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന്റെ മുട്ടി കയറി മൂത്രം ഒഴിക്കണ പരിപാടി കാണിക്കരുത്. ചെടിയുടെ മൂട്ടിലാണ് ഞാൻ മൂത്രം ഒഴിച്ച് കരുതത്. നിങ്ങൾ മൂത്രം ഒഴിച്ചെന്നല്ല ഞാൻ പറഞ്ഞ, ഞാൻ ഒരു പൊതു തത്വം പറഞ്ഞേ ഉള്ളൂ. എന്റെ മൂത്രം വെച്ച് നീ അങ്ങനെ പൊതു തത്വം ഉണ്ടാക്കണ്ട. എനിക്ക് കുളിക്കാം. എന്തോന്ന് മൂത്രത്തില ചെറുക്കൻ എനിക്ക് കുളിക്കണോന്ന്. നീ കുളി. പാറ്റ കുഞ്ഞു ചെറിയ പാറ്റല്ലേ. ഈ ശങ്കര ഉണ്ട് പിങ്കി കളിയാ, ഞാൻ കൊന്നുതരാം. വാ വാ വാ. നീ പാറ്റ കൊല്ലാൻ തന്നെ പോണത്? പിന്നല്ലാതെ നീ കിണറ്റി കൂടെ പുലിയെ പിടിക്കാൻ പോണ ബിൽഡപ്പാണല്ലോ ഇവിടെ കാണിക്കുന്നത്. നീ ഒരു ജൂലിയെടുത്ത് ചെരുപ്പെടുത്ത് അടിച്ച് കൊന്നിട്ട് പാടാൻ കണ്ട്. വേറെ കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് പോ. അയ്യോ മോന്റെ പിങ്കാണിയ. നിങ്ങള് പാറ്റ, ശങ്കരൻ, പിങ്കി ഈ വീട്ടിലൊരുത്തര് പഠിച്ച് ജോലി പഠിക്കാൻ പറ്റുമോ? ഓ ഇവളെ SI ആ കൊച്ചു വശം പറഞ്ഞ കറക്റ്റ് ആണ്. ഇവക്കൊക്കെ ജോലിയെ കിട്ടി എവളൊക്കെ എന്നെ ചവിട്ടി തേക്കി. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയം. ഹിമാലയത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. ഹിമാലയത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. ലോക വിഡ്ഢി ദിനം എന്റെ ജന്മദിനം. തെറ്റിക്കണ ലോക വിഡ്ഢി ദിനം ഏപ്രിൽ 1. ലോക വിഡ്ഢി ദിനം ഏപ്രിൽ 1. എനിക്ക് വിശക്കണ. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാണ് ചിരിക്കുന്ന മീൻ? കൊഴിയാള. ചേട്ടാ ഇത് തെറ്റിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുവാണല്ലോ. കരയുന്ന സ്ത്രീ ഏതറിയാമോ? അറിയാമോ? എന്റെ അമ്മ. അല്ല, ഞാൻ ജോലി കിട്ടാതെ കരഞ്ഞോണ്ടിരിക്കുവാണ് ഇവിടെ. എന്തോന്ന് വേണം? എനിക്ക് വിശക്കണ. എനിക്ക് അതിനിപ്പോ ഞാൻ എന്ത് എന്റെ വേണം? വയറ് കാഞ്ഞ് സൗണ്ട് കേൾക്കണ്. ഇത് ചോദിക്കോ PSCക്ക്? ഇല്ലല്ലോ. എന്റെ ചെറുക്കാൻ ഞാൻ ഒന്ന് പഠിച്ചോട്ട്. എന്തെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എന്റെ കോൺസെൻട്രേഷൻ പോയി. ഞാൻ കല്യാണം കഴിച്ചല്ലേ ആലോചിച്ച് നോക്കിക്കൊണ്ടിരുന്നത്. നോക്കണ്ടേ? വിശക്കുന്നെങ്കിൽ പോയി അരി എടുത്ത് വേ, എന്നിട്ട് ചോറുണ്ടാക്കാൻ നോക്ക്. ചെല്ല്. അത് എനിക്കൊരാൾ കഴിക്കാൻ എത്ര അരി കിട്ടണം കഞ്ഞിക്ക്? ഒരാൾക്ക് കഴിക്കാനാ ഒരു 5-6 ഗ്ലാസ് അരിയും ഒരു കുടം വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴി. ഞാൻ ഇവിടെ കഞ്ഞി വീതി നടത്താൻ പോണം. അല്ല, ചേട്ടന്റെ ആ ഒരു ആഹാരം കഴിപ്പിന്റെ ആ ഒരു ഇതിന് ഞാൻ പറഞ്ഞ നല്ല തമാശയായിരുന്നു. ഞാൻ വിശപ്പ് മാറിയിട്ട് വന്നിരുന്ന് ചിരിക്കാം. അല്ലേ പിന്നെ എങ്ങനത്തെ പറ്റായിരുന്നു? ഇത്ര നീളമുള്ള വലിയ 5 വാറ്റുണ്ട്. എന്തോ ചേട്ടാ ഇവ പറയണത്? നീയാണോ പാറ്റയെ കൊല്ലാൻ പറഞ്ഞ അകത്തോട്ട് പോയത്? നിനക്കിപ്പോ പാറ്റയെ കണ്ടാ പേടിയാ? ഞാൻ വിചാരിച്ചത് ഇത്ര ഉണ്ട്, 5 എണ്ണം. നീ എപ്പോഴേ തള്ളൊക്കെ തുടങ്ങി? ഇത്രയുള്ള പാറ്റയാ? ഇത്രയല്ല, ഇത്ര നന്നായിരിക്കും. 2 എണ്ണം കൂടെ ഒന്ന് പോയി തന്നെ. ചെറുക്കാൻ ഞാൻ പഠിക്കണോ? നീ പോ. ഞാൻ പോണ്. ശങ്കര എന്താ അബദ്ധത്തിൽ പറഞ്ഞോടാ, നീ ക്ഷമിക്കണം. നീ പൊയ്ക്കോ. എന്റെ ചെറുക്കാൻ നീ പോ. ഒരു പാട്ട് പാടിയ നീ വിളി കേൾക്കുന്ന പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. പിന്നെ പിങ്കി ഇവിടെ തന്നെ വിളിക്കണോ? പങ്കേ. ഓ പിങ്കി
എന്തിനാ കാറി പൊടിക്കണത്? എന്ത് 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 ഇവിടെ നിനക്ക് വല്ല ഉണ്ടാക്കാൻ അറിയാമോ? എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂല. എനിക്ക് അസൈൻമെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ. കോഴിക്കോട് പോവാൻ എനിക്ക് അസൈൻമെന്റ് ചെയ്യണം. കോഴിക്കോടാ? ഓ അസൈൻമെന്റ് എഴുതാനാ? ഓ നിനക്ക് ഈ ടേബിളിൽ ഇരുന്ന് എഴുതാൻ പറ്റൂലേ? ടേബിളിൽ ഇരുന്ന് എഴുതാൻ പറ്റും. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഉണ്ടാക്കി കൊടുക്കാനല്ലേ പറഞ്ഞു. നിനക്ക് പറ്റില്ല ഉണ്ടാക്കാൻ? ഇല്ല ഉണ്ടാക്കാൻ പറ്റൂല, സമയമില്ലല്ലോ. പാരത്തിന് ചെയ്യും. ഞാൻ ഓർഡർ ചെയ്ത് തരാം. എന്താ വേണ്ടേ? എനിക്ക് കഞ്ഞിയും ചുട്ടര ചമ്മന്തിയും ഒരു കരുവാട് വറുത്തതും പപ്പടവും ഇതും അച്ചാർ. നല്ല ബെസ്റ്റ് ഓർഡർ. വല്ല ലളിതമായ ഭക്ഷണം പറ ചേട്ടാ. ലളിതമായ ഭക്ഷണം എനിക്ക് വേണ്ട, നീ കൊണ്ട് തിന്നാ മതി. വല്ല ചപ്പാത്തിയും കറിയും വല്ല പറഞ്ഞാ ഇപ്പൊ കിട്ടും. ഇതൊന്നും കിട്ടും. ചുട്ടരച്ച ചമ്മന്തിയും മീൻ പൊരിച്ചതും പപ്പടവും അച്ചാറും. ഞാൻ പറഞ്ഞ ഒന്നും നിനക്ക് രണ്ടിനും പറ്റൂല. ഇത് എന്ത് കഷ്ടം ഇത്. നീ ഓർഡർ ചെയ്യാം അങ്ങോട്ട്. ഞാൻ വല്ല ഓർഡർ ചെയ്ത് തരാം. ശരിയാക്കി തരാം. എന്തോന്ന് ഞാൻ ഒരുത്തിയെ കൊണ്ടുവരാൻ പോകും. ആരെ കൊണ്ടുവരാൻ പോണം? ഓഹോ, നിങ്ങൾ കുറെ കൊണ്ടുവരും. മുട്ടുകാലല്ലേ പിടിക്കും ഞാൻ. ഒരുത്തിയെ കൊണ്ടുവരാൻ പോണു. കൊള്ളാല്ലോ. കൊള്ളാം അങ്കിളെ. അങ്കിളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. അത് തന്നെ എന്താ നീയൊക്കെ പറഞ്ഞ ഒരു ജോലിക്കാരിയെ കൊണ്ടുവരാൻ പോണി. ജോലിക്കാരിയെ തിന്നായി വല്ല തിന്നണ്ട ഉണ്ടാക്കി തിന്നാൻ ജോലിക്കാരിയെ കൊണ്ടുവരാൻ പോണെന്ന്. ജോലിക്കാരിക്ക് ശമ്പളം ആരും കൊടുക്കും? നീ കൊടുക്കും. നീ കൊടുക്കും. ഞാൻ കൊടുക്കും. അപ്പൊ എനിക്ക് ശമ്പളം വേണോ? വേണം. വേണോ? അപ്പൊ എനിക്ക് ശമ്പളത്തിന് ജോലി വേണോ? വേണം. വേണോ? പിന്നെ ജോലി വേണമെങ്കിൽ ഞാൻ പരീക്ഷ പാസ്സാവണോ? വേണം. പാസ്സാവണം. വേണം. അപ്പൊ ഞാൻ പരീക്ഷ പാസ്സാവണമെങ്കിൽ ഞാൻ പഠിക്കണം. പിന്നെ വേണം. എനിക്ക് പഠിക്കണമെങ്കിൽ സമയം വേണം. വേണം. സമയം വേണമെങ്കിൽ രാമേട്ടൻ ജോലി ചെയ്യണോ? വേണം. അങ്ങ് എനിക്ക് വയ്യ. അയ്യോ എല്ലാം കൂടെ വിശന്നിരിക്കുമ്പോ എനിക്ക് ജോലിയും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളൊക്കെ പിന്നെ വിശന്നിരിക്കുമ്പോ തന്നെ നമ്മളെല്ലാം ജോലി. വിശന്നിരിക്കുമ്പോഴേ ഞാൻ പഠിക്കണത്. അതിന് വിശക്കണതിന് മുമ്പ് അങ്ങ് ജോലി ചെയ്തത് നന്നായി. അല്ലാതെ ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചൊന്ന് പാസ്സായിക്കോട്ടെ, എനിക്ക് വല്ല ഉന്മേഷം വരാണ്ട് എന്തെങ്കിലും ആഹാരം പറഞ്ഞാൽ തോന്നണില്ലല്ലോ രാമേട്ടന്. ചോര ഓടിക്കുന്ന കൊതുക്. പെൺകൊതുക്കൾ അതെനിക്കറിയാം. അതിപ്പോ ഇവിടെ പറയേണ്ട കാരണം ഞാൻ നിങ്ങളുടെ ചോര ഓടിച്ചു. അതിന്റെ ഉത്തരം നിങ്ങൾ എന്നെ കൊള്ളിച്ചാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. നീ ഇപ്പൊ ചോദിച്ചെന്താണ്? ചോര ഓടിക്കുന്ന കൊതുക്. ആൻസർ എനിക്കറിയാം. ചാടിക്കറി ഉടനെ പറയാൻ വന്നേക്കുന്നത്. എന്തോന്ന് കാണാൻ വേണ്ടിയാണ് നിക്കണത്? പോയാ രണ്ടാട്ടോ, ഞാൻ പഠിക്കട്ടെ. ഇപ്പൊ എനിക്കായി കുറ്റം. മര്യാദക്കിരുന്നല്ലേ അതിനകത്ത്. പോകാൻ ഈ വീട്ടിൽ നിന്ന് പഠിച്ച് പാസ്സായ ജോലി കിട്ടിയ പോലെ തന്നെ. മൂലകങ്ങൾക്ക് അവയുടെ പേരിന്റെ അടിസ്ഥാനത്തിൽ പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ബർസേലിയസ്. മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്, സിലിക്കൺ, സിലിക്കോസിസ്, ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്, സിലിക്കൺ, സിലിക്കോസിസ്, ലെഡ് പ്ലംബിസം, ലെഡ് പ്ലംബിസം, ലെഡ് പ്ലംബിസം, കോപ്പർ വിൻസൺസ് രോഗം, കോപ്പർ വിൻസൺസ് രോഗം, പൊട്ടാസ്യം ഹൈപ്പോകലേമിയ, പൊട്ടാസ്യം ഹൈപ്പോകലേമിയ, ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്, സിലിക്കൺ, സിലിക്കോസിസ്, ലെഡ് പ്ലംബിസം, കോപ്പർ വിൻസൺസ് രോഗം, പൊട്ടാസ്യം ഹൈപ്പോകലേമിയ, ആർസനസ് ബ്ലാക്ക്ഫുട്ട് രോഗം, അലുമിനിയം അൾഷിമസ്, നൈട്രേറ്റ് ബ്ലൂ ബേബി സിൻഡ്രോം, ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്, സിലിക്കൺ, സിലിക്കോസിസ്, ലെഡ് പ്ലം. എന്തോന്നാണ് അകത്തിരുന്ന് പഠിച്ച ഒരു സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ പുറത്ത് വന്നിരിക്കുന്നത്. ഇവിടെയും വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണേ എന്തിന്? എന്തൊന്നും വേണം രാമേട്ടന് ഇപ്പൊ? എനിക്ക് ആരും വേണം. എനിക്ക് വലിയ കഷ്ടമായല്ലോ ഇത്. ഒരു ദിവസം നിങ്ങൾക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ വയ്യേ? ഒരു ദിവസം കൊച്ചിരിക്കാനാ ഞാൻ ഒന്ന് പഠിച്ചോട്ടെ പ്ലീസ്. ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്, സിലിക്കൺ, സിലിക്കോസിസ്, ലെഡ്. തെറ്റിപ്പോണ എനിക്ക്. ഇങ്ങനെ പാവം പോലെ എന്റെ ഫ്രണ്ട് നിൽക്കണത് എന്റെ മനസ്സ് മാറൂല. ഞാൻ ഇത് പഠിച്ച് ജോലി മേടിക്കാനായിട്ട് ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കണം. ഒന്ന് മാറത്തുന്നതാണ് അങ്ങോട്ട്. ഫ്ലൂറിൻ, ഫ്ലൂറോസിസ്, സിലിക്കൺ, സിലിക്കോസിസ്, ലെഡ് പ്ലംബിസം, കോപ്പർ രോഗം, പൊട്ടാസ്യം. എന്ത് കഷ്ടമാണ്. അങ്കിളിന് എന്ത് വേണ്ടേ? എനിക്ക് വിശക്കണ്ടേ? ഫുഡ് ഉണ്ടാക്കണം. അത്രയല്ലേ ഞാൻ ഉണ്ടാക്കി തന്നെ. ബാ നീ വിളിച്ചോണ്ടോ മിടിക്ക് ചക്കര. ഞാൻ ഉണ്ടാക്കി തന്നാ പോരെ? എന്റെ പൊന്നങ്ങളെ ഇവിടെ കാര്യം പറയട്ടെ. അതെ തന്നെ ശ്രദ്ധിച്ചു വെക്കണം. ദേ അപ്പച്ചി ഒരു നല്ല കാര്യമല്ലേ ചെയ്തോണ്ടിരിക്കണേ. അപ്പൊ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാൻ പഠിക്കണം നല്ല കാര്യം തന്നെ. എനിക്ക് വിശക്കണ അത്ര നല്ല കാര്യമല്ലേ. അപ്പച്ചി പഠിച്ചോ. ഞാൻ പറഞ്ഞോളൂ. പഠിച്ചോ. എന്റെ പൊന്നങ്കളെ, അങ്കിളിനും കൂടെ വേണ്ടിട്ടല്ലേ അപ്പച്ചി പഠിക്കണേ. അങ്കിളുടെ അടുത്ത് സ്നേഹമുള്ളണ്ടല്ലേ അപ്പച്ചി പഠിക്കുന്നേ. അങ്കിളെ കൂടെ നോക്ക്. ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാം. തമാശരിക്കല് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. ഒരു കാര്യം പറയുമ്പോ ശ്രദ്ധിക്കാതെ എന്ത് കഷ്ടം നോക്കണേ. ശ്രദ്ധിച്ച് കേളങ്ങോട്ട്. അങ്കിളെ, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണ്. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തും കോമ്പൻസേറ്റ് ചെയ്തൊക്കെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകണം. മനസ്സിലായോ? അതിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ അലമ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു നല്ല കാര്യമില്ലേ പുള്ളിക്കാരി ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ അപ്പച്ചി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്കിൾ ഇങ്ങനെ പോയി ശല്യപ്പെടുത്താണ്ട് വേണ്ടേ? അങ്കിളിന് പറ്റുന്ന കാര്യം അങ്കിൾ സ്വന്തമായിട്ട് ചെയ്യണം. ആ അപ്പച്ചിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ അങ്കിളിന് വേണ്ടിട്ട് ഇങ്ങനെ പഠിക്കുന്നേ, അല്ലേ? അപ്പൊ അങ്കിൾ എന്ത് ചെയ്യണം? അപ്പച്ചി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് അങ്കിള് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും, അങ്കിള് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം. മനസ്സിലായ? ശങ്കര കൊച്ചെറുക്കാൻ പറയുന്നത് കേട്ടോണ്ടാണ് നിങ്ങൾ ഇങ്ങനെ തുള്ളണ. ഞാൻ കേട്ടില്ല. അങ്കിളെ ഈഗോ ഒക്കെ വിടണം കേട്ടല്ലോ. മനസ്സിലായ? നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. ഓക്കെ ബാ. അപ്പൊ ശനി ശല്യപ്പെടുത്തൂല്ലോ. എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല, ചോദിച്ചിട്ടാണ് പോണത്. ആ ഓ ശരി. രണ്ടും പോകുമ്പോഴേ എനിക്ക് ഒരു ഓംലെറ്റ് എടുത്ത് തരണേ. ഓംലെറ്റ് ഉണ്ടായത് ഉള്ളി കൂട്ടി എടുക്കണേ. എന്ത് ഉള്ളി കൂട്ടി എടുക്കണേ? അതും എടുക്കാം. പിങ്കി പച്ചമുളകിന് പകരം എനിക്ക് ചുമന്ന മുളക് ഇടാം. ചുമന്ന മുളക് ഇടാം. ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ പാവം പഠിക്കല് ഇട്ട് കൊടുക്കാം. ഇപ്പോഴേക്കും ദേഷ്യം വന്നല്ലോ. ഒരുപാട് വേവാതെ നോക്കണേ. ഓ പറ വൺ സൈഡ് മതി. ഓ എന്ത് ദേഷ്യം വരണ? നിങ്ങളൊക്കെ പറയുമ്പോ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി തരാറുണ്ടല്ലോ. അത് തന്നെ. കുഴപ്പമില്ല. ഈഗോ കൺട്രോൾ. ബ്രീത്ത്